ഇൻഡിപെൻഡന്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണോ നിങ്ങൾ? വീട്ടിലിരുന്ന് തന്നെ 25% മുതൽ 60% വരെ ലാഭം നേടാവുന്ന ബിസിനസ് ഐഡിയ. എന്ത് ബിസിനസ് ഐഡിയ ആണെന്നല്ലേ? എങ്ങനെ ബിസിനസ് ആരംഭിക്കാം, ഇതിനു വേണ്ടിയുള്ള കാശ് എങ്ങനെ സമ്പാദിക്കും, ഈ ബിസിനസ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ. ഇതിനുള്ള എല്ലാ ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ഫ്രീഡം മലയാളം മണി ചാനലിലേക്ക് സ്വാഗതം. വെറും 2000 രൂപ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാവുന്ന 8 ബിസിനസ് ഐഡിയകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 25% മുതൽ 60% വരെ ലാഭം നേടാവുന്ന ഈ ബിസിനസ് ഐഡിയകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് പിക്കിൾ ബിസിനസ് ആണ്. നമുക്കറിയാം, മലയാളികളുടെ എല്ലാവരുടെയും ആഹാരത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് അച്ചാർ. അച്ചാറില്ലാതെ ചോറ് കഴിക്കുക എന്നത് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് ഓരോ മലയാളികൾക്കും. ഇവിടെയാണ് നമ്മുടെ ബിസിനസിന്റെ മൂല്യം വർദ്ധിക്കുന്നത്. എല്ലാവർക്കും എല്ലാ സ്ഥലത്തും അച്ചാർ അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അച്ചാർ ലഭിക്കാത്ത സ്ഥലങ്ങളിൽ അച്ചാർ എത്തിക്കുക എന്നതാണ് നമ്മളുടെ ബിസിനസിന്റെ വിജയം. നിങ്ങൾ എവിടെ താമസിക്കുന്നവരായാലും അതിനൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ഇപ്പോൾ ഗ്രാമങ്ങളിലാവാം അല്ലെങ്കിൽ സിറ്റീസിലാവാം, എവിടെയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ആയി വെറും 2000 രൂപ കയ്യിലുണ്ടെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾക്കും വീട്ടിലിരുന്ന് തന്നെ ആരംഭിക്കാവുന്നതാണ്. ഈ ബിസിനസ് ആരംഭിക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ് പ്രധാനമായും ഇതിനായി വേണ്ടത് ജാർസ്, ഉപ്പ്, സ്പൈസസ്, ലെമൺ, മാംഗോസ്. നിങ്ങൾ ഏത് തരത്തിലുള്ള അച്ചാറാണോ ഉൽപ്പാദിപ്പിക്കാൻ വിചാരിക്കുന്നത് ആ വസ്തു നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ നാരങ്ങ അച്ചാറാണ് ഉൽപ്പാദിപ്പിക്കാൻ വിചാരിക്കുന്നതെങ്കിൽ നാരങ്ങയാണ് അതിന്റെ ആവശ്യം. മാങ്ങ അച്ചാറാണ് തയ്യാറാക്കാൻ വിചാരിക്കുന്നതെങ്കിൽ മാങ്ങ. അതുപോലെ തന്നെ പലതരത്തിലുള്ള അച്ചാർ നമുക്ക് തയ്യാറാക്കുന്നതാണ്. ഫിഷ് അച്ചാർ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ബീഫ് അച്ചാർ ഉണ്ടാക്കാം. അങ്ങനെ പലതരത്തിലുള്ള അച്ചാർ. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള വസ്തു എന്താണോ ആ വസ്തു ഉപയോഗിച്ച് നിങ്ങൾക്ക് അച്ചാർ ഉണ്ടാക്കി വിൽക്കാവുന്നതാണ്. ആ അച്ചാർ നിങ്ങൾ തയ്യാറാക്കുകയും ചെറിയ ജാറുകളിലാക്കുകയും, ആദ്യം തന്നെ നിങ്ങളുടെ ആ ഒരു ബിസിനസ് വലിയ രീതിയിലുള്ള കച്ചവടമൊന്നും നടക്കണമെന്നില്ല. പക്ഷെ ആദ്യം തന്നെ നിങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ ഫസ്റ്റ് ഒന്ന് വിതരണം ചെയ്യുക. നിങ്ങളുടെ പ്രോഡക്റ്റ്, നിങ്ങളുടെ അച്ചാർ വളരെ ടേസ്റ്റിയും ഭയങ്കര രസമുള്ള ഒരു സാധനമാണെങ്കിൽ അവർ നിങ്ങളുടെ ഒരു റെഗുലർ കസ്റ്റമറായി മാറുകയും നിങ്ങൾക്ക് അതിലൂടെ എപ്പോഴും ഒരു കസ്റ്റമറിനെ ലഭിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സ്റ്റാറ്റസ് ഇടുക, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുക. അങ്ങനെ നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ വസ്തുവിനെ നിങ്ങളൊന്ന് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടുകയും നിങ്ങൾക്ക് ഇതിലൂടെ വളരെ നല്ല വരുമാനം നേടാവുന്നതുമാണ്. ഏകദേശം ഒരു 500 ഗ്രാം മാങ്ങാച്ചാർ നമുക്ക് 290 രൂപ വീതം വിൽക്കാവുന്നതാണ്. 300 ഗ്രാം അച്ചാർ 100 രൂപ മുതൽ 120 രൂപ വരെ നമുക്ക് വിൽക്കാവുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ അച്ചാർ വിൽക്കുന്നതിലൂടെ നമുക്ക് ഏകദേശം പ്രോഫിറ്റ് മാർജിനായി ലഭിക്കുന്നത് 20% മുതൽ 30% വരെയാണ്. ഇത് വെറും ബേസിക് ആണ്, ബിഗിനേഴ്സിനാണ്. ഇത് നമ്മൾ വലിയ രീതിയിൽ ഒത്തിരി കസ്റ്റമേഴ്സ് വരികയും ഒത്തിരി വിൽക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് വീണ്ടും ഇൻക്രീസ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്ന ബിസിനസ് ആണ് ക്യാൻഡിൽ മേക്കിംഗ് ബിസിനസ്. നമുക്കറിയാം, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോകാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ പള്ളിയിലും അതുപോലെ തന്നെ എല്ലാ ആവശ്യങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ക്യാൻഡിൽ. അപ്പോൾ മാർക്കറ്റിൽ എപ്പോഴും ഒരു ഡിമാൻഡുള്ള ഒരു വസ്തുവാണ് ക്യാൻഡിൽ. അപ്പോൾ ഈ ക്യാൻഡിൽ വെച്ച് എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒരു മെഴുകുതിരി ഉണ്ടാകാൻ ആവശ്യമായ പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് ആണ് വാക്സ്, മെൽറ്റിംഗ് പോട്ട്സ്, തെർമോമീറ്റർ, മോൾഡ്സ്, പവറിംഗ് പിക്ചേഴ്സ്, വെയിങ് സ്കെയിൽ എന്നിവയാണ് ഒരു മെഴുകുതിരി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയി തന്നെ വീട്ടിൽ നിങ്ങൾക്ക് മെഴുകുതിരി ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഏകദേശം വെറും 2000 രൂപ മുതൽ മുടക്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആരംഭിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ക്യാൻഡിൽ മേക്കിംഗ്. നമ്മൾ ഇത്രയും സാധനങ്ങൾ മേടിക്കുകയും മെഴുകുതിരി ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഏകദേശം 100 രൂപ മുതൽ 1000 രൂപ വരെ നമുക്ക് ഒരു മെഴുകുതിരി വിൽക്കാവുന്നതാണ്. നിങ്ങൾക്ക് ബേസിക് മെഴുകുതിരി മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഴുകുതിരി വരെ ഉണ്ടാക്കാം. നിങ്ങൾ ഉണ്ടാക്കുന്ന മെഴുകുതിരിയിൽ കുറച്ചുകൂടെ ഡിസൈൻസ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ വിലയ്ക്ക് വിൽക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം 100 രൂപ മുതൽ 1000 രൂപ വരെ ഒരു മെഴുകുതിരിക്ക് നമുക്ക് നേടാൻ സാധിക്കും. അങ്ങനെ വളരെയധികം പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു ബിസിനസ് മേഖലയാണ് മെഴുകുതിരി മേക്കിംഗ്. ഇതിൽ ഏകദേശം പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 30% മുതൽ 50% വരെയാണ്. മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് പപ്പഡ് മേക്കിംഗ് ബിസിനസ്. പപ്പടം ഇല്ലാത്തൊരു സദ്യ നമുക്ക് ചിന്തിക്കാൻ പോലും ആകില്ല. എല്ലാവരുടെയും പ്രിയപ്പെട്ട ഭക്ഷണമാണ്. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഒന്നും ഇല്ലാതെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ് പപ്പടം. വെറും 2000 രൂപ മുതൽ മുടക്കിൽ എങ്ങനെ വീട്ടിൽ തന്നെ പപ്പടം ബിസിനസ് ആരംഭിക്കാമെന്ന് നമുക്ക് നോക്കാം. പപ്പടം ബിസിനസ് നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് പപ്പടം തയ്യാറാക്കുന്നതിന് ആവശ്യമായ മെറ്റീരിയൽസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഗ്രെയിൻസ്, സ്പൈസസ്, സോൾട്ട്, ഓയിൽ, സോഡ, പപ്പഡ് പ്രസ്. ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പപ്പടം നിർമ്മിക്കാവുന്നതാണ്. ആദ്യം വളരെ കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കുകയും നമ്മളുടെ റെഗുലർ കസ്റ്റമറിന് നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം വലിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് പപ്പടം ഉണ്ടാക്കി നമുക്ക് അങ്ങനെ ഒരു ബിസിനസ് സാധ്യത തന്നെ, ഒരു വലിയൊരു ബിസിനസ് ആയി തന്നെ നമുക്ക് ഈ മേഖലയെ വളർത്താവുന്നതാണ്. ഈ ഒരു പപ്പട ബിസിനസിന്റെ ഏകദേശം പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 30% മുതൽ 40% വരെയാണ്. 200 ഗ്രാം പപ്പടത്തിന് ഏകദേശം ഇപ്പോൾ 80 രൂപ മുതൽ 90 രൂപ വരെ മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പപ്പടത്തിൽ നമ്മൾ എന്തെങ്കിലും ഫ്ലേവർ, ഇപ്പോൾ ജാക്ക് ഫ്രൂട്ട് ഫ്ലേവർ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് വീണ്ടും എമൗണ്ട് കൂടുന്നു. ഏകദേശം 90 രൂപ മുതൽ 100 രൂപ വരെ ആ പപ്പടത്തിനും വിലയുണ്ട്. നാലാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് മേക്കിംഗ് ബിസിനസ് ആണ്.
ചോക്ലേറ്റ് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു വസ്തുവാണ് ചോക്ലേറ്റ്. വാലന്റൈൻസ് ഡേ വന്നാൽ നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നത് ചോക്ലേറ്റ് ആയിരിക്കും. എന്തെങ്കിലും ഹാപ്പി മൊമെന്റ്സ് വന്നാൽ നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നത് ചോക്ലേറ്റ് ആയിരിക്കും. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത് ചോക്ലേറ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ സന്തോഷം വരുമ്പോഴൊക്കെ, അതായത് മധുരം, സന്തോഷം, ഇന്ന് 1-ാം തീയതിയാണ് മധുരം കഴിക്കുന്നത്, അതുപോലെ നമ്മളുടെ എല്ലാം ഹാപ്പി മൊമെന്റ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് സ്വീറ്റ്സ് വെച്ചാണ്, എസ്പെഷ്യലി ചോക്ലേറ്റ്. അപ്പോൾ വിപണിയിലും ഈ ചോക്ലേറ്റിന്റെ ഈ ഒരു മാർക്കറ്റിംഗ് വളരെയേറെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ചോക്ലേറ്റ് ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. വളരെ ലളിതമായി വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എങ്ങനെ ചോക്ലേറ്റ് ബിസിനസ് ആരംഭിക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിനായി, ചോക്ലേറ്റ് നിർമ്മാണത്തിനായി എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഷുഗർ, കോക്കോ മാസ്റ്റ്, കോക്കോ ബട്ടർ, മിൽക്ക് പൗഡർ, ഡ്രൈ ഫ്രൂട്ട്, മോൾഡ്സ്, തെർമോമീറ്റർ, പാക്കിംഗ് മെറ്റീരിയൽസ്, ഇത്രയും വസ്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് സ്വന്തമായി ചോക്ലേറ്റ് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. നിങ്ങൾ സ്വന്തമായി ചോക്ലേറ്റ് ഉണ്ടാക്കുകയും അതിനൊരു ബ്രാൻഡിങ് നൽകുകയും അതിനൊരു വലിയൊരു ബ്രാൻഡായി വളർത്തുകയും ചെയ്താൽ ഡയറി മിൽക്ക് പോലുള്ള വൻകിട കമ്പനികളിലെ വലിയ രീതിയിലുള്ള ചോക്ലേറ്റ് ബ്രാൻഡിനെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു ബ്രാൻഡ് നിങ്ങൾക്കും സ്വന്തമായി ഉണ്ടാക്കാം. ആദ്യം ചെറുകിട രീതിയിൽ ചെറുകിട വ്യവസായം സ്റ്റാർട്ട് ചെയ്യുക. വീട്ടിലിരുന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച് ആദ്യം നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ അയൽപക്കത്ത് വിൽക്കുക, അതിനുശേഷം കുറച്ച് വലിയ രീതിയിൽ ഇലാബറേറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ്, വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കുറച്ച് കസ്റ്റമേഴ്സിന് ഉണ്ടാക്കുക. അങ്ങനെ നിങ്ങളൊരു ഗുഡ് ക്വാളിറ്റി ചോക്ലേറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഈ ഒരു ബിസിനസ് വളരുകയും അതൊരു വലിയൊരു ബ്രാൻഡായി മാറുകയും ചെയ്യും. ഈ ഒരു ചോക്ലേറ്റ് മേക്കിങ്ങിന്റെ ഏകദേശം ഒരു പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 30% മുതൽ 40% വരെയാണ്. പിന്നെ വില ഡിപ്പെൻസ് ആണ്, നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു വില ഇടാവുന്നതാണ്. നിങ്ങൾക്ക് ലാഭകരമായ രീതിയിൽ ഒരു വിലയിട്ട് നിങ്ങൾക്ക് അത് വിൽക്കാവുന്നതാണ്. അഞ്ചാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് സോപ്പ് മേക്കിംഗ് ബിസിനസ്. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. സോപ്പ് തേച്ച് കുളിക്കാത്ത കുളി നമുക്കൊരു കുളിയായിട്ട് ഫീൽ ചെയ്യത്തേയില്ല. അപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു വസ്തുവാണ് സോപ്പ്. ആ സോപ്പ് എങ്ങനെ ഉണ്ടാക്കി അതിനെ എങ്ങനെ ഒരു ബ്രാൻഡാക്കി മാറ്റി നമുക്ക് ഒരു ബിസിനസ് ആരംഭിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ എസെൻഷ്യൽ മെറ്റീരിയൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. കാസ്റ്റിക് സോഡ, പാം ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, കളറിംഗ് ഏജന്റ്സ്, വെയിങ് സ്കെയിൽ, മെഷറിംഗ് ജാർ, മോൾഡ്സ്, പാക്കിംഗ് മെറ്റീരിയൽസ്. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി തന്നെ വീട്ടിലിരുന്ന് തന്നെ സോപ്പ് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. സോപ്പ് മേക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്ന വിശദമായ കോഴ്സ് വീഡിയോ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിന്റെ ചെറിയ ഭാഗങ്ങൾ അടങ്ങിയ വീഡിയോ യൂട്യൂബിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലൂടെ സോപ്പ് മേക്കിംഗ് എങ്ങനെയാണെന്ന് സിമ്പിളായി പഠിക്കുകയും സ്വന്തമായി വീട്ടിലിരുന്ന് ബിസിനസ് ആരംഭിക്കുകയും ചെയ്യാവുന്നതാണ്. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് സോപ്പ് നിർമ്മിച്ച് ബിസിനസ്സായി ആരംഭിക്കാവുന്നതാണ്. സോപ്പ് നിർമ്മാണത്തിന്റെ ഏകദേശം ഒരു പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 40% മുതൽ 50% വരെയാണ്. ആറാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിൽക്ക് ത്രെഡ് ജ്വല്ലറി ബിസിനസ് ആണ്. ഈ ബിസിനസ് ചെയ്യാൻ ആവശ്യമായ പ്രോഡക്ട്സ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സിൽക്ക് ത്രെഡ് ജ്വല്ലറി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് ആണ് ബാംഗിൾ മേക്കിംഗ് കിറ്റ്സ്, ഇയറിംഗ് മേക്കിംഗ് കിറ്റ്സ്. ഈ വസ്തുക്കൾ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാവുന്നതാണ്. ഏകദേശം 300 രൂപ മുതൽ 1000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഈ കിറ്റ്സ് നിങ്ങൾക്ക് മേടിച്ച് സ്വന്തമായി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ ക്രിയേറ്റീവ് സ്കിൽ അനുസരിച്ച് പല രീതിയിലുള്ള വ്യത്യസ്തമായ ജ്വല്ലറീസ് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് മേക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് പുതിയ ഡിസൈനിങ്, പുതിയ ഒരു എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കാനുള്ള ഒരു സ്കില്ലുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് അത് ഉൽപ്പാദിപ്പിച്ച് ഓൺലൈനായി തന്നെ നിങ്ങൾക്ക് വിൽക്കാവുന്നതാണ്. നിങ്ങളുടെ ഈ ഒരു ഡിസൈൻ കണ്ട് ഇഷ്ടപ്പെടുന്നവർ നിങ്ങളിൽ നിന്ന് ഓർഡർ എടുക്കുകയും ആദ്യം കുറച്ച് രീതിയിലുള്ള വിൽപ്പന നടക്കുകയും പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു വലിയൊരു ബിസിനസ്സായി മാറ്റാവുന്നതാണ്. സിൽക്ക് ത്രെഡ് ജ്വല്ലറി ബിസിനസിന്റെ ഏകദേശം പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 20% മുതൽ 25% വരെയാണ്. ഏഴാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് നിറ്റിംഗ് ബിസിനസ്. വേറെ ഒന്നുമല്ല, നമ്മളുടെ നെയ്ത്താണ്. തുന്നൽ, കോട്ടൺസ് ഒക്കെ ഉപയോഗിച്ച് തുന്നി പല രീതിയിലുള്ള ഡോൾസ് അല്ലെങ്കിൽ കാർപ്പറ്റ്, അങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായി വീട്ടിലിരുന്ന് തന്നെ ആരംഭിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. ഈ ബിസിനസ് ആരംഭിക്കുന്നതിനായി എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ആദ്യം തന്നെ നമ്മൾ മേടിക്കേണ്ടതെന്ന് നോക്കാം. ഇതിനാവശ്യമായ മെറ്റീരിയൽസ് എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. കോട്ടൺ, ലിനൻ, സിൽക്ക്, വൂൾ, റയോൺ, നിറ്റിംഗ് നീഡിൽസ് എന്നിവയാണ് ഇത് ഉൽപ്പാദിക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ്. ഏകദേശം 1500 രൂപ മുതൽ 2000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഓൺലൈനായി ഇത്തരത്തിലുള്ള വസ്തുക്കൾ മേടിക്കുകയും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സ്വന്തമായി പല രീതിയിലുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങി ചെറിയ ബിസിനസ്സായി ആരംഭിച്ച് നിങ്ങൾക്ക് ഇത് വളരെ വിപുലമായ ഒരു ബിസിനസ്സായി മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭത്തിനനുസരിച്ച് കൂടുതൽ പ്രോഡക്റ്റ് വാങ്ങിച്ച് നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ വില നിങ്ങൾക്ക് തന്നെ നിശ്ചയിക്കാവുന്നതാണ്. നിങ്ങൾ ഏത് തരത്തിലുള്ള മെറ്റീരിയൽ ആണോ ഉപയോഗിക്കുന്നത് ആ മെറ്റീരിയൽ അനുസരിച്ചുള്ള വില നിങ്ങൾക്ക് ഈടാക്കാവുന്നതാണ്. അത് ഓരോന്നും ഡിപ്പെൻസ് ആണ്. നിങ്ങൾ ഹൈ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് തുന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള എമൗണ്ട് ഇടാവുന്നതാണ്. നിങ്ങൾ ലോ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള വിലയും നിങ്ങൾക്ക് ഈടാക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെയും പ്രോഡക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് വിലയും വരുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രൈസ് നിശ്ചയിക്കാവുന്നതാണ്. എട്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ടെറാക്കോട്ട ജ്വല്ലറി ബിസിനസ്. എല്ലാവരും ഫാഷന്റെ പിന്നാലെയാണ്. പെൺകുട്ടികൾ ഓരോ ഡ്രസ്സും ഓരോ കളർ ഡ്രസ് ഇടുമ്പോൾ അതനുസരിച്ചുള്ള മാച്ചിങ് മാല, കമ്മൽ എന്നിവന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന കാലത്തും ഫാഷന് വളരെ വലിയ ബൂം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഒരു എമർജിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ആണിത്. നിങ്ങൾക്ക് ഫാഷനോട് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ ജ്വല്ലറി മേക്ക് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ടെറാക്കോട്ട ജ്വല്ലറി മേക്കിംഗ് ബിസിനസ്. ഇതിനാവശ്യമായ മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് ക്ലേ, ടെറാക്കോട്ട പോട്ട്സ്, ജ്വല്ലറി വയർ, പിൻസ്, പെയിന്റ് ബ്രഷ്,
ഓയിൽ, റോളിംഗ് പിൻസ്, ടിഷ്യൂ പേപ്പർ, നീഡിൽസ് എന്നിവയാണ് നമുക്ക് ഒരു ടെറാക്കോട്ട ജ്വല്ലറി നിർമ്മിക്കാൻ ആവശ്യമായ പ്രോഡക്ട്സ്. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ടെറാക്കോട്ട ജ്വല്ലറീസ് ഉണ്ടാക്കുന്നതാണ്. ഓൾറെഡി മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ്. അതിൽ നിന്നും വ്യത്യസ്തമായ എങ്ങനെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കൊണ്ടുവരാം, അതിലാണ് നിങ്ങളുടെ സക്സസ്. നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ഫാഷനിൽ എന്തെങ്കിലും ഇൻവോൾവ് ചെയ്യാനുള്ള, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഫാഷനിൽ ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ആരംഭിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് ആണിത്. ഫാഷനിലും അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിങ്ങിലും ഒരു സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം വളരെ കുറഞ്ഞ ചിലവിൽ ആരംഭിക്കുകയും അതിനുശേഷം ഇതിനെ ഒരു വിപുലമായ ബിസിനസ് ആക്കി മാറ്റാവുന്നതുമാണ്. മാർക്കറ്റിൽ ഏകദേശം 200 രൂപ മുതൽ 2000 രൂപ വരെയാണ് ഓരോ ടെറാക്കോട്ട ജ്വല്ലറിക്കും അതിന്റെ പ്രൈസ് വരുന്നത്. 2000 രൂപ മുതൽ മുടക്കിൽ നിങ്ങൾ ഈ ബിസിനസ് ആരംഭിക്കുകയും ഇത് നിങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് കസ്റ്റമർ മേടിക്കുകയും ഇതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്നും ട്രിപ്പിൾ ആയിരിക്കും. നിങ്ങളിപ്പോൾ 2000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഡബിളും ട്രിപ്പിളൊക്കെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും കിട്ടും. കാരണം നമ്മളൊരു ബൾക്കായിട്ടാണ് ഇത് ഉത്പാദിപ്പിക്കാനുള്ള പ്രോഡക്റ്റ് മേടിക്കുന്നത്. പക്ഷെ നമ്മൾ ആ ഓരോന്നിൽ നിന്നും വളരെ വ്യത്യസ്തമായ കൂടുതൽ അളവിലുള്ള ജ്വല്ലറീസ് ആ ഒരു പ്രോഡക്റ്റിൽ നിന്ന് ഉണ്ടാക്കുകയും നമുക്ക് കൂടുതൽ ലാഭം നേടാനും സാധിക്കുന്നു. ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ആരംഭിക്കാൻ പറ്റുന്ന 8 ബിസിനസ് ഐഡിയനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങളൊരു വീട്ടമ്മയായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓൺലൈൻ 2 ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ഇത്തരത്തിലുള്ള ബിസിനസ്, അതായത് ഇപ്പോൾ ജ്വല്ലറി മേക്കിങ്ങോ ചോക്ലേറ്റ് മേക്കിങ്ങോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ 2000 രൂപ മുതൽ മുടക്കിൽ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. 2 മാസത്തിലോ 3 മാസത്തിലോ നിങ്ങൾക്ക് നിങ്ങളുടെ 2000-ൽ നിന്ന് ഡബിളായിട്ട് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുകയും നിങ്ങൾക്ക് ഇതൊരു ബിസിനസ്സായി കൊണ്ടുപോകാവുന്നതാണ്. നിങ്ങൾ എല്ലാവരും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആവുകയും ചെയ്യുന്നു. ഇതുപോലുള്ള മണി റിലേറ്റഡ്, ബിസിനസ് റിലേറ്റഡ്, ഫാമിംഗ് റിലേറ്റഡ് കോഴ്സസ് ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഡൗൺലോഡ് ചെയ്യൂ. അതുപോലെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള എന്തെങ്കിലും നോളജ് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയുക. നമ്മളൊരു പുതിയ വീഡിയോയും ചെയ്യുന്നതായിരിക്കും.